ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. കാരണം ഇത്രയധികം വിഷയങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം സർക്കാരിന്റെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉണ്ടായിട്ടും അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ ഇത് പുറത്തു വന്ന ശേഷം ഇതിനൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നൊക്കെ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഒന്നാദ്യം മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖലയിലെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. സിനിമാ മേഖല പൊതുവിൽ നേരിടുന്ന പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ നിരുത്സാഹപ്പെടുത്തേണ്ട ചില പ്രവണതകളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കിട്ടിയത് ബഹുമാനപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എൻ്റെ അടുക്ക വന്ന് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയും അത് പരിഹരിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങളുമായിരുന്നു. അതിലൊന്നായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച റെഗുലേറ്ററി അതോറിറ്റി. ഈ ഘട്ടത്തിലാണ് ഒരു സംഭവം സിനിമാ മേഖലയിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന രൂപത്തിൽ രൂപപ്പെട്ടത്. അതൊരു സിനിമാ നടിക്കെതിരായിട്ടുള്ള പീഡനമായിരുന്നു. ഈ ഘട്ടത്തിലാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത്. ആ സംഘടന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി. ആ പരാതിയുടെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചു. റിട്ടയർഡായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഹേമയും വത്സലകുമാരി IASഉം സിനിമാ നടി ശാരദയും. അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിച്ച് സംസാരിച്ചു. സാംസ്കാരിക വകുപ്പ് ഇതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ഓഫീസ് സംവിധാനങ്ങളും സാമ്പത്തിക സഹായവും ഗവൺമെൻറ് നൽകി. 2 വർഷം ഇവർ പരിശോധന നടത്തി. അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, പിന്നീടത് പറയും. അതും ഗവൺമെൻറ് പരിഹരിച്ചു. കമ്മീഷൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് നടത്തുമ്പം ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള സമീപനമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എടുത്തത്. അവരാദ്യം തന്നെ ഈ വരുന്ന ആൾക്കാർക്ക്, മൊഴി നൽകുന്ന ആൾക്കാർക്ക് ഒരുറപ്പ് നൽകി. നിങ്ങളുടെ മൊഴി ആരാണോ പറയുന്നത്, ആർക്കെതിരായിട്ടാണോ പറയുന്നത്, വ്യക്തിപരമായി ഒരു രൂപത്തിലും അത് വെളിപ്പെടുത്തില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും നിർഭയമായി കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നത് 2019 ഒക്ടോബർ 31-നാണ്. ഇത് വെക്കുന്ന സമയം 2017 ജൂൺ മാസമാണ്. അന്നും ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ഇത് ലഭിക്കുമ്പോഴും സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചില നടപടികളെടുത്തു. ആദ്യം തന്നെ നടപടിയെടുത്തതെന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, അടൂരിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ, റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ, വിതരണം, ഡിസ്ട്രിബ്യൂഷൻ,
അതുപോലെ തന്നെ സാങ്കേതിക വിഭാഗം, നടന്മാർ, ഇവരുടെ എല്ലാം പ്രതിനിധികളെ വെച്ചുകൊണ്ട് അപ്പോൾ ലോ സെക്രട്ടറി ഉണ്ടായിരുന്നു എൻ്റെ ചേംബറിൽ വിശദമായ ചർച്ച നടത്തി. സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ആശങ്കകൾ, റെഗുലേറ്ററി അതോറിറ്റി രൂപം കൊണ്ടാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർ ആശങ്ക എന്നുള്ള രൂപത്തിൽ പ്രകടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തുടർ നടപടികൾ എടുക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് മഹാമാരി ശക്തിയായി രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വ്യവസായ മേഖല അപ്പം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില ആശങ്കകൾ സ്വാഭാവികമായും അനുബന്ധമായി രൂപപ്പെടുമെന്നുള്ളത് കൊണ്ട് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ തുടർ നടപടികൾ എടുക്കാൻ സാധിച്ചില്ല. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. നടപടികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ, ഇതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന ഒരു നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു. വിവരാവകാശ കമ്മീഷൻ എടുത്തതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നതും ആ പെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ WCCയുടെ ഒരംഗം, സ്ഥാപകാംഗം, ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ അവസാനം കോടതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിൻ്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിലവിൽ വന്നത്. ഇതാണിതിൻ്റെ ഒരു ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുവോ മോട്ടോ ഒരു ആക്ഷൻ, വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി, മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കേവലം ഒരു റിപ്പോർട്ടിൻ്റെ, ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരു 400ഓളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട്. അതിൽ മൊഴികളുമുണ്ട്, രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല, പുറത്തും വിട്ടിട്ടില്ല. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് പുറത്തു വിടില്ല എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു പരാതി എന്നുള്ള രൂപത്തിൽ, വ്യക്തിപരമായുള്ളൊരു പരാതി എന്നുള്ള രൂപത്തിലില്ല. എന്നാൽ ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതു കാര്യങ്ങളുണ്ട്. അത് ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്, ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാതെ ഈ രംഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊന്ന് ഒരു സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദിയാണ്, മറ്റൊന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദി കൂടിയാണ്. അപ്പോൾ ഇതിനെ പരിപൂർണമായും തകർക്കുന്ന രൂപത്തിൽ വെളുക്കാൻ തേച്ചത് വേണ്ടാകാൻ പാടില്ലല്ലോ. കുളിച്ച് കുട്ടീനെ ഇല്ലാതാക്കാനും പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നോക്കിക്കൊണ്ട് വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കാൻ നിർബന്ധിതമാണ്. അതിന് നിയമപരമായി, ഭരണപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല.